അപ്പം ഗൈസ് വെൽക്കം ടു അനദർ എപ്പിസോഡ്. നമ്മളെന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഇങ്ങനെയൊക്കെ കണ്ണൊക്കെ എഴുതി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കുളിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തത്. എങ്ങോട്ടായിരിക്കും? റെയിൽവേ സ്റ്റേഷനിലേക്ക്, തലശ്ശേരിയിലേക്ക്. ഏത് ബാഗ്? ഇതാ മിസ്റ്റർ ശിവരാമൻ്റെ അടുത്ത് പോവാണ്. ശിവരാമനല്ല, മിസ്റ്റർ ശിവൻ്റെ അടുത്ത് പോവാണ്. കൊട്ടിയൂർ ഫസ്റ്റ് ടൈമാണ്. ആക്ച്വലി ഒറ്റയ്ക്ക് ആദ്യം ഞാനും തനിച്ചും പ്ലാൻ ചെയ്ത്, പിന്നെ അവസാനം ഞാനാവുമെന്ന് വിചാരിച്ചു. ഒറ്റയ്ക്ക് ഒരു അഡ്വഞ്ചർ ട്രിപ്പ് മാതിരി പോയി വരാമെന്ന് വിചാരിച്ച്. പറ്റിയാലും അമ്പലത്തിൽ പോവാം, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ ദൂരെ കണ്ട് തിരിച്ചു തരാൻ വിചാരിച്ചതാ. അപ്പോൾ ഇപ്പം ഞാനും ഗീനി വല്യമ്മയും ധന്യ ചേച്ചിയും കൂടിയാണ് പോകുന്നത്. ഇതല്ലേ ധന്യ ചേച്ചി കുറച്ച് പണിയില്ല, ടാസ്കില്ല. യൂട്യൂബിൽ ഗീനി വല്യമ്മേനെ അപ്പുറത്ത് ഇരിപ്പിക്കുന്നുണ്ട്. ബാക്കിൽ സീറ്റൊന്നും ഇല്ല, വെറുതെ ടിക്കറ്റ് എടുക്കുക, വെറുതെ ട്രെയിനിൻ്റെ അകത്ത് കയറുക. പോയി തലശ്ശേരി എത്തി ഗൈസ്. ഇനി ആ പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിൽ കൂടെ ഒന്ന് പോകണം. ഫോളോ ദ ക്രൗഡ് എന്നാണല്ലോ പറയാ. ക്രൗഡിനെ ഫോളോ ചെയ്ത് പോവാം, പുറത്തേക്ക് എത്തും. ഞങ്ങൾ ചോറ് നെഞ്ഞ് നല്ല ചോറായിരുന്നു, നല്ല ഊണ് അല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കറിയൊക്കെ സൈഡ് കേസ് 2 പ്രാവശ്യം ശബ്ദിച്ച്. ഒന്ന് ബസ്സിൻ്റെ പുറത്തേക്ക് ശബ്ദിച്ച്, പിന്നെ കണ്ടിട്ട് എനിക്ക് കവറന്ന്. ഇനി അമ്പലത്തിൽ പോകാൻ പോണേ. കുറച്ചിട്ട് കിട്ടിയില്ല എനിക്ക്. അവർക്ക് നല്ല ഉള്ളിലേക്ക് കയറിയിട്ടില്ല. ഈ വെള്ളത്തിൽ ഞാൻ കാല് കഴുകി, ജസ്റ്റ് ഒന്ന് മുഖം കഴുകാൻ പറ്റുമെന്ന് തോന്നില്ല. ഇതിലെന്തൊക്കെ ആസാമികളുണ്ട് എന്നറിയാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് കൈ ഇങ്ങനെ കഴുകണം. കാക്കക്കുളി ഇപ്പൊ ചെയ്യണേ. ഇവിടെയാണോ? യെസ്, കം ഓൺ, യു ക്യാൻ ഡു ഇറ്റ്. ഒരു ഡൗട്ട് എനിക്ക്, ഇവിടുത്തെ കല്ലാണോ? അയാൾ നമ്മളിവിടുന്ന് അയ്യണ്ട പടച്ചോനെ, അമ്മേ വരച്ചോക്കെട്ടോ. ഇതന്നെയാണോന്ന് എനിക്കറിയില്ല, എല്ലാവരും വരയ്ക്കുന്നുണ്ട്. ചന്ദനത്തിന് സ്മെല്ലില്ലല്ലോ. ഞങ്ങൾ നോക്കിയന്നെ വെള്ളത്തിൽ കല്ല് കാണുന്നില്ല ആക്ച്വലി. വൈദ്യുതി 5 ഭസ്മ കിട്ടിയ. അപ്പം എന്താ ചേൻ്റെ പ്രാർത്ഥിച്ചിട്ട് ഇവിടെ സ്റ്റാക്ക് ചെയ്യണം പോലെ. ഈ കല്ലുകളുണ്ടോ? വെറുതെ അല്ല വെള്ളത്തിൽ കല്ലില്ലാത്ത.
ಓಕೆ ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ. So far good. ചന്ദനം ചന്ദനം ചന്ദ്രചൂഡ്. ക്യൂ തുടങ്ങി. ഈ മേലെ കാണുന്ന ക്യൂ എന്നില്ലേ, ചാടി ബാ. മേലെ ക്യൂ ഉണ്ടല്ലേ, അവിടുന്ന് ചാടി ഞങ്ങൾ താഴോട്ടേക്ക് വന്നേ. താഴെ എന്താ കാണിച്ചു തരാം. വണ്ടികളൊന്നും ഇല്ല. ഒരു സ്മെല്ലുണ്ട് കേട്ടോ. നമ്മൾ വന്നപ്പോൾ ഉള്ള ക്യൂ ആണ് കേട്ടോ അത്. ഞങ്ങൾ കഴിഞ്ഞ് ഞങ്ങളത് ഭാഗ്യം കൊണ്ട് പടച്ചോന്റെ കൃതജ്ഞത തന്നെ, കൃതജ്ഞത ശിവന്റെ കൃതജ്ഞത ഉള്ളതിനെ കൊണ്ട് ഞങ്ങൾ ചെരുപ്പ് തപ്പാണ്. ഈ ഒരു ഭാഗത്ത് ഏതാ ഭാഗം, ജസ്റ്റ് ഇങ്ങനെ വെയിറ്റിംഗ് ഏരിയ ആണ്. വെയിറ്റിംഗ് ഏരിയ അല്ല, എന്താ പറയുക. പക്ഷെ ഇവിടെ വന്നപ്പോഴേ ഒരു എന്താ പറയുക, ഒരു ഹെവിനെസ്, എന്താ പറയുക, ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ തോന്നുന്നു. കുറേ ഇങ്ങനെ ബോഡിയിൽ നിന്ന് ഡ്രെയിൻ ഔട്ട് ചെയ്ത് ഇങ്ങനെ പോകണം എന്നുള്ളൊരു ഫീലിങ്. ഇങ്ങനെ എന്താ പറയുക, എന്നുള്ളൊരു ഫീലിങ്. ശരിക്കൊരു ലൈറ്റ്നെസ് അല്ലേ ഫീൽ ചെയ്യുന്നത്. എനിക്കൊരു ഹെവിനെസ് ഫീൽ ചെയ്യുന്നുണ്ടാ, ഒരു ലൈറ്റ്നെസ് ഫീൽ ചെയ്യണ്ടേ. എനിക്കൊരു ഹെവിനെസ് ഫീൽ ചെയ്യുന്നു. ഭയങ്കര വെയിറ്റ് ഉള്ള മാതിരി ബോഡിക്ക്. ശിവലിംഗം ആരോ വെച്ചൊരു ശിവലിംഗം ഗൈസ്, ബ്രിഡ്ജിന്റെ മേലെന്ന് കണ്ട. ഇങ്ങനെ അറ്റത്ത് കൊണ്ടുവച്ചില്ലേ. പൂ വാങ്ങി, പൂ ഞാൻ ഇത് വാങ്ങി, കോപ്പർ അല്ല കോപ്പർ തലശ്ശേരിക്കുള്ള ബസ് വെയിറ്റിയാണേ. ഇങ്ങനെയോ ബസ് കിട്ടി. ബസ് കയറി തലശ്ശേരിക്കുള്ള ബസ്. ബസ് സ്റ്റാൻഡിൽ നിന്നാൽ ബസ് കയറാൻ പറ്റില്ല. ഞങ്ങളപ്പം എന്താക്കി, റോഡിന് അപ്പുറത്തേക്ക് നടന്നു. ആ റോഡിന് അപ്പുറത്തേക്ക് നടന്നിട്ട് ട്രാഫിക് ഉള്ളപ്പോൾ ബസ്സൊന്നും സ്ലോ ആവില്ല, അന്നേരം കയറി. ഒരു പാട്ടൊക്കെ ഇട്ടെന്ന് കഴിച്ചാൽ ഗൈസ്. അങ്ങനെ തലശ്ശേരി എത്തി. ഇനി കാലിക്കറ്റിലേക്ക് കഴിഞ്ഞ്. സ്ഥലം കൊടുക്കാതെ കിട്ടുന്നത്, അതാണത്. ഇരിക്കാൻ സ്ഥലം കൊടുത്തതാണ്. ചേച്ചി സാധനം എടുക്കുന്നുണ്ട്. നെൽത്തേക്ക് തൽക്കാലം നമുക്ക് ഇത് പുളി നോക്കാം. അയ്യോ, ഞാൻ പുളിയല്ലേ ചോദിച്ചിട്ടെടുത്തതാ. പുളിയല്ല, ടോഫി.
വേണ്ട വേണ്ട, പുളിയല്ല ഗൈസ്, പറ്റിച്ചത്. എന്നാലും കരിഞ്ഞ ഷുഗർ കരിച്ചതാ. ദൂരായിപ്പോയി, തിരിച്ചു എറിഞ്ഞൊടിക്കണം മോന്തേക്ക് ഇതാക്കിട്ടിരിക്കുന്നു. ഗൈസ്, രഞ്ജി ചേച്ചിൻ്റെ വീട്ടിൽ ഫ്ലാറ്റിലെത്തിയിരിക്കുന്നു. ഗുഡ് നൈറ്റ്. ഉറക്കമുണ്ട്, വിശക്കുണ്ട്. ഞാൻ വെള്ളം കുടിച്ചിട്ടില്ല, സിപ്പ് ചെയ്തിട്ടുള്ളൂ, വെള്ളം കുടിക്കാം. അപ്പം അനഘ, ധന്യ, ഗിരിജ സൈനിങ് ഓഫ്. ഓ ബൈ ദ വേ ഗൈസ്, ധന്യ ചേച്ചിനെ അറിയാമല്ലോ, ഇത് അച്ഛൻ്റെ സിസ്റ്റർ ആട്ടോ. അച്ഛൻ്റെ സിസ്റ്റർ മോള് ധന്യ. പിന്നെ മണ്ണ ഷാർജ മൂവേലുള്ള ഉജ്ജാത്ത. ശരി.